യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് രക്തസാക്ഷിയും ബിഷപ്പുമായിരുന്ന വിശുദ്ധ ബ്ലൈസിൻ്റെ തിരുനാൾ സാഘോഷം ഓർമ്മിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 43 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിൽ യേശുനാഥൻ ജായറോസിൻ്റെ മകളെ സൗഖ്യപ്പെടുത്തുന്നതും മാത്രമല്ല രക്തസ്രാവം മൂലം 12 വർഷമായി കഷ്ടത അനുഭവിച്ചിരുന്ന ഒരു സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്നതുമായ 2 കാര്യങ്ങളാണ് സുവിശേഷത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഈ സ്ത്രീയുടെ കാര്യത്തിൽ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് സുവിശേഷത്തിൽ പറയുന്ന ഒരു പ്രത്യേക വിവരണമാണ്. അതായത് ഈ സ്ത്രീ 12 വർഷമായി അവളെ രോഗം ബാധിച്ചിരുന്നു. ഇവള് ഒത്തിരി പണം ഉണ്ടായിരുന്ന വ്യക്തി ആയിരുന്നിരിക്കണം. കാരണം ഇവള് ഒത്തിരി സമ്പത്ത് ഇവളുടെ അസുഖം മാറുന്നതിന് വേണ്ടി അവൾ ചിലവഴിച്ചു. പക്ഷേ അവളുടെ അസുഖം വർദ്ധിച്ചതല്ലാതെ അത് ഭേദമായില്ല. പക്ഷെ അവൾ ഈശോയുടെ അടുത്തേക്ക് വന്നപ്പോൾ, അവൾ ഈശോയെ വിശ്വാസപൂർവ്വം തൊട്ടപ്പോൾ അവളുടെ അസുഖം ഭേദമാകുന്നുണ്ട്. ഈ ഒരു വചനം നമുക്ക് നൽകുന്ന ഒരു സൂചനയുണ്ട്. അതായത് നമ്മുടെ ചില സമ്പർക്കങ്ങൾ, അത് നമ്മുടെ ആത്മീയമായിക്കൊള്ളട്ടെ ശാരീരികമായിക്കൊള്ളട്ടെ, അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ തിന്മയിലേക്കായിരിക്കും നയിക്കുന്നത്. ഇവളെ സംബന്ധിച്ച് അവളുടെ രോഗം മൂർച്ഛിക്കുകയാണ്. അവളുടെ രോഗം ശമിക്കുമെന്നോർത്ത് അവൾ ഒത്തിരി വൈദ്യന്മാരുടെ അടുക്കിലേക്ക് പോയി. പക്ഷേ അവരൊക്കെ അവളുടെ രോഗം വർദ്ധിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ആത്മീയമായും ശാരീരികമായും നമ്മൾ ചില മനുഷ്യരുമായി അടുക്കുമ്പോൾ അവരുമായുള്ള സമ്പർക്കം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സമ്പർക്കങ്ങൾ ഉപേക്ഷിക്കുന്നവരായി മാറണം. മാത്രമല്ല ഇവളെ അവിടെ ഉണ്ടായിരുന്ന ആ വൈദ്യന്മാർ ഒരു പക്ഷേ ചൂഷണം ചെയ്തതായിരിക്കാം അവളുടെ സമ്പത്ത് നേടിയെടുക്കുന്നതിനിടെ. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവ സവിശേഷതകൾ, അത് തിന്മ നിറഞ്ഞ സവിശേഷതകളാണ്. മറ്റു മനുഷ്യരുടെ ജീവിതത്തെ കൂടുതൽ ദുരിതപൂർണ്ണമാക്കുന്ന ഒരു രീതിയാണെങ്കിൽ അത് നിന്നും വിട്ടു നിൽക്കണം നമ്മൾ. അന്ന് യേശുനാഥൻ സൂചിപ്പിക്കുന്നത്. അപ്പം യേശുവിൻ്റെ സ്വഭാവം, അവനെ തൊട്ടവരും അവൻ തൊട്ടവരും സൗഖ്യം പ്രാപിക്കുകയാണ്. ഇവിടെ ആ സ്ത്രീ അവനെ വന്ന് തൊടുകയാണ്. അവൾ സൗഖ്യം പ്രാപിക്കുന്നുണ്ട് തൽക്ഷണം. പിന്നീട് അവൾ യേശുനാഥൻ ജായറോസിൻ്റെ മകളെ പോയി തൊടുകയാണ്. ആ മകള് സൗഖ്യത്തിലേക്ക് കടന്നു വരികയാണ്. അവൾ ജീവൻ പ്രാപിക്കുകയാണ്. മരണമടഞ്ഞവൾ ജീവനിലേക്ക് വരികയാണ്. അപ്പം യേശുനാഥനെ പോലെ തൊടുന്നവർക്ക് സൗഖ്യം നൽകുന്ന, കൂടുതൽ അവരെ ബുദ്ധിമുട്ടിലാക്കുന്ന ജീവിതങ്ങളാകാതെ സൗഖ്യവും അനുഗ്രഹവും നൽകുന്ന ജീവിതങ്ങളാകാനാണ് നമുക്ക് സാധിക്കണമെന്ന് പറയുന്നത്. ഇന്ന് വിശുദ്ധ ബ്ലൈസിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹം അത്ഭുത പ്രവർത്തകനും രക്തസാക്ഷിയും ഒരു വൈദ്യനുമായിരുന്ന വിശുദ്ധനാണ്. അപ്പം ഇദ്ദേഹം ഏതാണ്ട് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധനാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ഇദ്ദേഹം റോമാ സാമ്രാജ്യം ക്രിസ്ത്യാനികളെ ശക്തമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുകയും ഇദ്ദേഹം അങ്ങനെ ചെയ്യാതിരുന്നപ്പോൾ ഇദ്ദേഹത്തെ കൊല്ലാനെ കൊണ്ടുപോവുകയുമാണ്. ആ കൊല്ലാൻ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ഒരു അമ്മ തൻ്റെ കുഞ്ഞുമായി വരികയാണ്. അവൻ്റെ തൊണ്ടയിൽ മുള്ളു കുടുങ്ങി അവനെ സൗഖ്യപ്പെടുത്തുന്നു. അപ്പോൾ മരണത്തിലേക്ക് പോകുമ്പോൾ പോലും ആ കുഞ്ഞിനെ അദ്ദേഹം സൗഖ്യപ്പെടുത്തിയെന്നാണ്. ഇദ്ദേഹം ഈ തൊണ്ടവേദനയുടെയൊക്കെ മധ്യസ്ഥനാണ്, സ്വർഗീയ മധ്യസ്ഥനാണ്. നമ്മൾ അദ്ദേഹത്തെ വണങ്ങുന്നത്. അപ്പോൾ ജീവിതത്തിൽ സ്വന്തമായി ദുഃഖത്തിലേക്ക് കടന്നു പോകുമ്പോൾ പോലും അന്യർക്ക് സ്പർശനം വഴി സൗഖ്യം നൽകിയ ഈ വിശുദ്ധൻ ഈശോയെ പോലെയാണ്. നമ്മളോട് പഠിപ്പിക്കുന്നതാണ്. നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ കടന്നുപോകലുകളും മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുന്നതേ മാറണം. അവരെ ദുരിതങ്ങളിലേക്ക് നയിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറരുത്. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ, വിശുദ്ധൻ്റെ ഈ തിരുനാൾ നമ്മൾ ഓർക്കുമ്പോൾ, ഈ വിശുദ്ധനെ പോലെ ഈശോയെ പോലെ തൊടുന്നവർക്കൊക്കെ സൗഖ്യം നൽകുന്ന, നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക് സൗഖ്യം നൽകുന്ന, സ്നേഹം നൽകുന്ന ഒക്കെ ജീവിതമായി മാറാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. യേശുനാഥൻ അതിനെ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.